പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് സ്വാഗതം. We just welcome you, Holy Spirit. Welcome, Holy Spirit. We welcome you. We adore you, Holy Spirit. We adore you, Holy Spirit. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും നാം ചെയ്യുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. ആകാശം ശോഭിച്ചിരിക്കുന്നു. By his spirit he has garnished the heavens. He has adorned the heavens. പരിശുദ്ധാത്മാവിന്റെ ഈ സാന്നിധ്യത്തിൽ, ഈ ദൈവ മഹത്വത്തിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ബ്യൂട്ടി വരികയാണ്. ആമേൻ, ആമേൻ. നിങ്ങൾ അലങ്കരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിഷേകം നിങ്ങൾ എന്ത് ചെയ്യും? അലങ്കരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോട്ട് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ അലങ്കരിക്കുകയാണ്. ഈ ദൈവ സാന്നിധ്യവും അഭിഷേകത്തിന്റെ തീവ്രത നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. Because that's what the Holy Spirit of God does. He garnishes, he adorns, he purifies the heaven. പരിശുദ്ധാത്മാവ് എവിടെ വെളിപ്പെട്ടാലും അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കും. അതിനായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. എന്താ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ? What happens when the Holy Spirit comes? എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ നടന്നാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നടന്നാൽ, ക്രിയകൾ നടന്നാൽ, അവിടെ സംഭവിക്കുന്ന ആദ്യത്തെ വലിയ കാര്യമാണ് രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? രൂപാന്തരം സംഭവിക്കും. പാപബോധം ഉണ്ടാകും. നീതിയെക്കുറിച്ച് വലിയ ബോധ്യമുണ്ടാകും. വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചുള്ള ബോധ്യവും ഒരു ഗൗരവം ഉണ്ടാകും. പിന്നെ താൻ തോന്നിയ ജീവിതത്തിൽ, പാപത്തിൽ, മ്ലേച്ഛതകളിൽ, സ്വന്തം ജീവിതത്തിന്റെ വിഷയങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന, താൽക്കാലികമായ ലോകത്തിന്റെ സുഖമോഹങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥകളിൽ നിന്ന് പെട്ടെന്നൊരു രൂപാന്തരം സംഭവിക്കുക. ആരോ തട്ടി ഉണർത്തിയതുപോലെ ക്രിസ്തുവിനെ പോലെ നാം അനുരൂപപ്പെടുകയാണ്. We become more like Christ. പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങുമ്പോൾ, ഇന്നുവരെ പാപത്തിൽ ജീവിച്ച വ്യക്തി, പാപം ആസ്വദിച്ച വ്യക്തി, ഈ ലോകത്തിന്റെ അഭിലാഷങ്ങളിൽ ഓടി നടന്ന വ്യക്തി, ഇപ്പോൾ ഇതാ കൈയടിക്കുന്നു. ഇപ്പോൾ ഇതാ പ്രാർത്ഥനകൾക്ക് വരുന്നു. ഇപ്പോൾ ഇതാ ദൈവവചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു. ഇപ്പോൾ ഇതാ വിശുദ്ധിക്ക് വേണ്ടി കാംക്ഷിക്കുന്നു. താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി അങ്ങനെ ചെലവിടുന്ന ജീവിതങ്ങൾ ഇതാ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരും. What a transformation when the Holy Spirit of God comes. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അനുരൂപപ്പെടുക, നാം യേശുവിനെ പോലെ ആകുക. ആദ്യത്തെ പുത്രന്റെ ആ സ്വഭാവം ധരിക്കുക, ആ ഇമേജിലേക്ക് നാം ചേർന്ന് വരിക. We becoming more and more like Jesus. സ്വഭാവത്തിൽ, ദർശനത്തിൽ, ദൗത്യത്തിൽ, നിയോഗത്തിൽ, കാഴ്ചപ്പാടുകളിൽ we become more like Christ. You cannot be the same again. പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾക്ക് പഴയതുപോലെ ആയിരിക്കുവാൻ കഴിയുകയില്ല. Your life will never be the same again. Amen. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുമ്പോൾ, ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ റെസ്റ്റോറേഷൻ നടക്കും. The Holy Spirit of God can restore things. യഥാസ്ഥാനപ്പെടും. തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങളെ, അനുഭവങ്ങളെ, നാളുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, മോഷ്ടിച്ചോണ്ട് പോയത്, ദൈവസഭയ്ക്ക്, ആഗോള സഭയ്ക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ, ഒരുവനെ വാഴിക്കുന്നതും ഒരുവനെ താഴെയാക്കുന്നതും അത് ദൈവ പ്രവൃത്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ യഥാസ്ഥാനങ്ങൾ സംഭവിക്കുകയാണ്. ഇന്ന് നീ ഇരിക്കേണ്ട സ്ഥാനമാണ്, നീ ഇരിക്കേണ്ട പ്ലേസ് ആണ്, നിനക്ക് കിട്ടേണ്ട അവകാശമാണ്, നിന്റെ പേർക്ക് വരേണ്ട ഓഹരിയാണ്. പക്ഷെ ആരൊക്കെയോ അത് പിടിച്ചു വച്ചിരിക്കുകയാണ്. റെസ്റ്റോറേഷൻ. ആദിമസഭയുടെ അനുഭവത്തിലേക്ക്, അതിനേക്കാൾ മേൽത്തരമായ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലത്തെയും, അതുകൊണ്ടാണ് ദൈവത്തിന്റെ ചലനങ്ങളെ the restorative moves of God. Wow, restoration. ഇന്ന് എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക യഥാസ്ഥാനത്തിന്റെ, നഷ്ടപ്പെട്ടതും മോഷ്ടിച്ചുകൊണ്ട് പോയതും അടച്ചു വെച്ചതും ക്രമം തെറ്റി കിടക്കുന്നതും ഡിസോർഡറിലായിരിക്കുന്ന സകലത്തിന്മേലും I speak and declare and decree. Wow. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നവീകരണം സംഭവിക്കും, റിന്യൂവൽ സംഭവിക്കും. കുനിഞ്ഞിരുന്നവർ ചാടി എണ്ണിക്കും. പുതുവീഞ്ഞിന്റെ അനുഭവമാകും. മത്ത പിടിച്ചവരെ പോലെ അവൻ ആർത്ത് ആഘോഷിക്കും, അവൻ തുള്ളിച്ചാടും. അവിടെ നവീകരിക്കുന്ന ദൈവപ്രവർത്തികൾ
അവിടെ കയ്യടിയും ആഹ്ലാദവും സന്തോഷവും പാട്ടും. That's renewal. ഒരു ചർച്ചിലേക്ക് പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ, ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിന്യൂവൽ, ഒരു നവീകരണം, ഒരു പുതുക്കം, എന്തോ പുതുതായി. ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയാ. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. Behold, I do a new thing. ഒരു പുതുക്കം, ഒരു നവീകരണം, പുതുവീഞ്ഞ്. അതെ അതെ, ആ ക്ഷീണം മാറി, ഭാരം മാറി, മടുപ്പ് മാറി, കൈകടിയിരിക്കുന്ന അവസ്ഥകൾ മാറി. ഇതാ you're renewed, refreshing presence of God. ഒരു ഫ്രഷ്നെസ് അങ്ങ് വരിക, ചൈതന്യം വരിക, ജീവൻ വരിക. Hallelujah. What happens when the Holy Spirit move? Revival. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിവൈവൽ. മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആ നിലവാരത്തിൽ കിടക്കുന്ന അങ്ങനെയുള്ള അവസ്ഥകൾ മാറി ഉണർവ് നമ്മുടെ മധ്യത്തിലൂടെ വീശുന്ന കാറ്റുണർവിന്റെ കാറ്റ. നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ദൈവിക ദർശനങ്ങൾ, ദൈവിക ദൂതുകൾ, വാഗ്ദത്തങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ മഴ വീഴുമ്പോൾ, ആ തീ കത്തുമ്പോൾ റിവൈവൽ പൊട്ടുകയാണ്. ആ ജീവനിലേക്ക് അത് വരികയാ. റിവൈവൽ സംഭവിക്കുക. മരിച്ചു കിടന്നത്, മരിക്കുവാൻ പോയി കിടന്നത്, അത് കിളിർത്തു വരിക, ഉണർന്നു വരിക. ഒരു ഉണർവ് സംഭവിക്കുക. ഞാൻ ഉണർന്നാൽ സഭ ഉണരും, ദേശം ഉണരും. Revival. Come on, somebody say revival. The Holy Spirit is the spirit of transformation, the spirit of restoration, the spirit of renewal, the spirit of revival. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ resurrection സംഭവിക്കും. അവിടെ റിവൈവൽ മാത്രമല്ല, അവിടെ പുനരുത്ഥാനം, മരിച്ചുപോയത് പോലും ജീവനിലേക്ക് വരും. അതെ, the resurrection of God. ആ കരങ്ങളിലേക്ക് ഒന്ന് ചലിപ്പിച്ച് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമേ. അതെ, പകൽക്കാലം ഉണർവിന്റെ കാറ്റ് നമ്മുടെ മധ്യത്തിൽ ദൈവം വീശുകയാണ്. അതെ, ഇവിടെ വീശുകയാണ്. ഇന്ന് ജീവിതങ്ങൾ രൂപാന്തരപ്പെടുകയാണ്. ആരുടെയൊക്കെയോ ജീവിതം പുതുക്കി വരിക, യഥാസ്ഥാനപ്പെടുക, പരിശുദ്ധാത്മാവ് അലങ്കരിക്കുക, മണപ്പ് മാറുക, ഉണർവ് സംഭവിക്കുക. മരിച്ചത് ഉയർപ്പിക്കുക, മരിച്ചത് ഉയർത്തു വരികയാണ്. Resurrection, 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 resurrection സംഭവിക്കുകയാണ്. ജീവനുള്ളവനെ മനുഷ്യന്റെ ഇടയിൽ എന്തിനാ അന്വേഷിക്കുന്നത്? അവൻ ഉയർത്തെഴുന്നേറ്റല്ലോ. ഇതൊരു ഉയർവ് സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യനെ മനുഷ്യനെ ഇല്ലായ്മയായത് അസ്ഥികളെ സൈന്യമാക്കിയ കാറ്റിൻ ഇവിടെ വീശുന്നേ. ഉണർവിൻ കാറ്റ് ഭാരതത്തിൽ വീശുന്നേ. ഉണർവിൻ കാറ്റ് ഭാരതത്തിൽ വീശുന്നേ. രാജ്യത്തിൽ മഴയായി മാറിയിടുന്നേ. അതെ, ഭാരതം മാറുകയാണ്. ഭാരതത്തിൽ ഒരു യഥാസ്ഥാനം നടക്കുകയാണ്. ഒരു നവീകരണം സംഭവിക്കുകയാണ്. ഒരു ഉണർവ് വെളിപ്പെടുകയാണ്. മരിച്ചത് ഉയർക്കുകയാണ്. That's the Ruach Kadesh. The Ruach Kadesh. സഭകൾ രൂപാന്തരപ്പെടുകയാണ്. ദൈവദാസന്മാർ രൂപാന്തരപ്പെടുകയാണ്. ശുശ്രൂഷകർ രൂപാന്തരപ്പെടുകയാണ്.